ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. ഇന്ന് ഞാൻ നാടൻ രുചിയിലുള്ള ബീഫ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. 1 കിലോ ഇറച്ചി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ബിരിയാണി മസാലയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ബീഫ് മസാലയോ ഗരം മസാലയോ അല്ല, അതിന് പകരം ബിരിയാണി മസാല. ഇനി കൈകൊണ്ട് നന്നായി കുഴച്ചെടുത്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് തേങ്ങ ഇതുപോലെ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. ഇനി അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളർ മാറണ്ട, ചെറുതായി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാവുമ്പോൾ കോരി മാറ്റാം. ഇനി നമുക്ക് അതേ പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ്, അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഉണ്ടാവും. അതോടുകൂടി വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ആ എണ്ണയിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് വേണം, മെല്ലെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനിയും ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ചാൽ ഈ വെള്ളം ഉറ്റിയിട്ട് ചിലപ്പോൾ നല്ലോണം മോയ്സ്ചറായി പോകും. അതുകൊണ്ട് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളക് നീളത്തിൽ കീറിയതിട്ട് കൊടുക്കുക. എന്നിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും തേങ്ങയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഉപ്പ് നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചുകൂടി ഒന്ന് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും വീണ്ടും വെതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം. ഇതിനു മുമ്പുള്ള വീഡിയോസൊന്നും കാണാത്തവർ ദയവായി ഒന്ന് കാണണം. അങ്ങനെ നമ്മുടെ നാടൻ ടേസ്റ്റിലുള്ള ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഓക്കെ, ബൈ.